ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കൾ ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു സൈബർ അറ്റാക്കിന് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിലുള്ള വിഷമത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ മന്ത്രി കെ രാജൻ നമ്മളെല്ലാവരും കൂടി സഹകരിച്ചും പ്രയത്നിച്ചും ഒരുമിച്ച് പണിയെടുത്തുമാണ് വയനാട്ടിലെ പുനരധിവാസം സാധ്യമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മ അതിനകത്തുണ്ട് എന്ന കാര്യം തർക്കമില്ല. പൊതു പണം എടുത്തുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാവരും കൂടി ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതിനിടയ്ക്ക് മന്ത്രി കെ രാജന് കുഴപ്പമൊന്നുമില്ല എന്ന് സ്ഥാപിക്കാനാണ് അവിടെ വന്നത്. അപ്പോൾ താങ്കൾ മന്ത്രി കെ രാജനോട് കിളി പോയതുപോലെ മന്ത്രി പെരുമാറിയെന്ന ഒരു പരിഹാസവാചകം ഈ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? അത് അപ്പോഴത്തെ ഞാൻ ഒരു കാര്യം പറയാം. മന്ത്രി വന്ന് ഈ മാർക്ക് വരക്കലും ഈ മാർക്കിന്റെ സെൻട്രലായിട്ടാണ് ഈ കിനിവ് വന്നിട്ടുള്ളത്. അവര് ഈ ഊരാലിങ്കലാണ് ഇത് മാർക്ക് ചെയ്ത് പോയത്. ഈ കോൺക്രീറ്റിന്റെ ഈ സ്ലാവിന്റെ മേലെ ഒരു അരഞ്ചോളം വിണ്ട് നിൽക്കുന്നുണ്ട്. അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് ഞാൻ ഇവരെ വിവരം അറിയിക്കുകയും ഇവര് വാതിൽ പൂട്ടിയിട്ടാണ് പോയത്. പിന്നെ ഞാൻ അവിടുന്ന് ഈ മീഡിയക്കാരെ വിളിക്കലും കാര്യങ്ങളൊക്കെ മീഡിയക്കാരനെ അവരെ വിളിച്ച് ആ വാതിൽ തുറപ്പിച്ചിട്ടാണ് പിന്നെ വീഡിയോസ് എടുത്തത്. മന്ത്രിയുടെ പറഞ്ഞത് എനിക്ക് സംഭവം ഭയങ്കര വിഷമമുണ്ട്. കാരണം മന്ത്രി വന്നത് ആ വരച്ചു പോയാലും വെള്ളമില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ഞാൻ മന്ത്രിന്റെ തൊട്ടടുത്തുണ്ട്. മന്ത്രിനെ എന്നെ വിളിച്ചിട്ട് എന്താ നിങ്ങളെ പരാതി, എവിടെയാണ് ചോർച്ച എന്ന് മന്ത്രിക്ക് എൻ്റെ അടുത്ത് ചോദിക്കുക. ഒരു വീടിന്റെ ഒരു ഉടമസ്ഥ അവകാശം എനിക്കില്ലേ, ആ ഒരു അവകാശമെങ്കിലും എനിക്ക് തരട്ടെ. അതുവരെ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അപ്പൊ മേലെ പോയാൽ നോക്കി, ലാസ്റ്റ് മേലെ പോയിട്ട് മൂപ്പർക്ക് ബോധ്യമായി വിള്ളലാണെന്ന് ബോധ്യമായി. പക്ഷെ വിള്ളൽ ഇത് സമ്മതിച്ചിട്ടില്ല, വിള്ളലില്ലാതെ. നിങ്ങളെ ഒരു കാര്യം അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് സംഘടനകൾ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് 4 ഇഞ്ച് 5 ഇഞ്ച് കനത്തിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വീടുകളിലൊന്നും വിള്ളലും ചോർച്ചകളും ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. സർക്കാരിനെ കുറ്റപ്പെടുത്തല്ല, സർക്കാരിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്താം. സർക്കാരിന് എപ്പോഴും എനിക്ക് പൂർണ്ണമായും വിശ്വാസമാണ്. കാരണം ഈ സർക്കാർ ഒരാളെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെങ്കിലും അവിടെ നോക്കാൻ മൊത്തം ചുമതലയാക്കിയിട്ട് നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട് അവിടെ. അവിടെ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചാണ് നൽകുക എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. പരിഹരിക്കാനുള്ള ബാധ്യതയും സർക്കാർ എടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അവിടെ ഈ പെൻസിൽ മാർക്ക് എന്ന് പറയുന്ന സംഗതി തന്നെ വിള്ളലാണ് എന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിലും ചില മീഡിയയിലും എല്ലാം വന്നു. അപ്പോൾ ആ പെൻസിൽ മാർക്ക് മാത്രമാണ്, വിള്ളലല്ല എന്ന് സ്ഥാപിക്കാനാണല്ലോ അത് മായ്ച്ചു കളഞ്ഞത് മന്ത്രി. അപ്പോൾ അതിനെയാണ് താങ്കൾ പക്ഷേ കടന്ന വാക്കുകൾ കൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പരിഹസിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കടത്തി പറഞ്ഞാൽ ആക്ഷേപവാക്ക് പറയുന്നത്. അത് മോശമായി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ. അത് മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം അത് വിഷമത്തിന്റെ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ മായ്ച്ചതാണ്. പക്ഷെ എനിക്കറിയില്ല ഈ മാർക്കിട്ട സെന്ററിലാണ് ഈ ലീക്ക് ഉള്ളത്. ഇപ്പൊ മന്ത്രി മായ്ച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ലീക്ക് ഉണ്ടോ? എനിക്ക് ബോധ്യമായി ഇവിടെ ലീക്കില്ല എന്ന്. അത് നിങ്ങളും കേട്ടതല്ല അത്. പിന്നെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞാൻ ലീക്കും ആ മേൽസ്ലാവിന്റെ ആ വിള്ളലും ഒക്കെ കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ടും എന്താ പറയണത്, ഇവിടെ ലീക്കില്ല എന്ന് പറയുമ്പോൾ അത് മാനസികമായിട്ട് എന്നെ കുറിച്ചിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും അനുഭവിച്ചു വന്ന ഒരാളാണ്. പക്ഷെ പുത്തുമലക്കാർ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുക. അതൊക്കെ കാണുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ ചോർച്ചകളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ കാണുമ്പോ ഭയങ്കര ഒരു വിഷമമാണ്. കാരണം ഒന്ന് സമ്മതിക്കാം, ചെറിയൊരു വിള്ളലുണ്ട്, അത് ഞങ്ങൾ പരിഹരിക്കും എന്ന് പറയാന്ന് വെച്ചെങ്കിൽ ഒരു കുഴപ്പമില്ല. അതും ആ മാർക്കർ മായ്ച്ചു കഴിഞ്ഞിട്ടും വിള്ളലില്ല എന്നാ പറയുന്നത്. എല്ലാവരും കണ്ടതാണ്, ജനങ്ങൾ മൊത്തം കണ്ടതാണ്. ആ മാർക്ക്, ഞാൻ മേലുള്ള ആ മാർക്കും ആ നല്ലൊരു 1.5 ഇഞ്ച് വീതിയിലാണ്, 1 മീറ്റർ പോയിട്ടുള്ളത്.